എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ രണ്ട് വലിയ നഗരങ്ങളായ മെൽബണും ബ്രിസ്ബെയിനും തമ്മിലുള്ള കമ്പാരിസനാണ്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ജോലിക്ക് വരാൻ രണ്ട് ഓപ്ഷൻസ് കിട്ടിയിട്ട് ഏത് ചൂസ് ചെയ്യണം എന്നറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ രണ്ട് നഗരങ്ങളിൽ ഏത് ചൂസ് ചെയ്യണം എന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. അത് ഒരു വളരെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം എൻ്റെ അഭിപ്രായത്തിൽ മെൽബൺ ആണ് കുറച്ചും കൂടെ ബെറ്റർ സിറ്റി. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു 4-5 കൊല്ലം മെൽബണിൽ താമസിച്ചു. അതിനുശേഷം കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ട് ബ്രിസ്ബെയിനിലാണ് ജീവിക്കുന്നത്. സോ എൻ്റെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള അഭിപ്രായമാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ രണ്ട് നഗരങ്ങൾ നോക്കുകയാണെങ്കിൽ മെൽബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിസ്ബെയിനേക്കാളും പോപ്പുലേഷൻ വൈസ് കുറച്ചും കൂടെ വലിയൊരു സിറ്റിയാണ്. ലൈക്ക് അറൗണ്ട് 45 lakhs ആളുകൾ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. അതേസമയത്ത് ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ സിറ്റി ആയിട്ട് കരുതരുത്. സൺഷൈൻ കോസ്റ്റും ഗോൾഡ് കോസ്റ്റും ഒക്കെ അടുത്തടുത്തുള്ള സിറ്റിയാണ്. ഇതിപ്പം ഒരു അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ക്വീൻസ്ലൻഡ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു എക്കണോമിക് ഏരിയയിലെ അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലെ ഈ 3 സിറ്റികളും ഉൾപ്പെട്ട് വലിയൊരു ഏരിയയാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു പോപ്പുലേഷൻ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഏകദേശം 35 ലക്ഷം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷേ നിങ്ങൾ ബ്രിസ്ബെയിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തിൽ തന്നെ ഏറ്റവും എക്സ്പാൻസീവ് ആയിട്ടുള്ള സിറ്റി എന്ന് പറയും ബൈ ലാൻഡ് ഏരിയ. ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷനോ അല്ല, പക്ഷേ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കുറവാണ് ഇവിടെ. പക്ഷേ വലിയ സിറ്റിയാണ്, ഒരുപാട് ഏരിയ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് മെൽബൺ ഒരു ബെറ്റർ സിറ്റി ആയി മാറുന്നത് ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഡെഫിനറ്റ്ലി മെൽബൺ ബ്രിസ്ബെയിനേക്കാളും വലിയൊരു എക്കണോമിക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സെൻറ്ററാണ്. സോ അതുകൊണ്ട് തന്നെ ബേസിക്കലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ മെൽബണിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IT സെക്ടറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്ടർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈവൻ എഞ്ചിനീയറിംഗ് സെക്ടർ ആണെങ്കിലൊക്കെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് മെൽബണിലായിരിക്കും കമ്പയർഡ് ടു ബ്രിസ്ബെയിൻ. ഈവൻ സാലറിയുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ലൈക്ക് വിക്ടോറിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ മെൽബൺ കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസോ അല്ലെങ്കിൽ സാലറിയോ കൊടുക്കുന്നുണ്ട് ബ്രിസ്ബെയിനിൽ നോക്കുമ്പോൾ. ഞാനിവിടെ ബ്രിസ്ബെയിനിൽ വന്നിട്ട് നമ്മൾ ജോബ് നോക്കുമ്പം മെൽബണിൻ്റെ അത്രയും ഓപ്പണിങ്സ് നമ്മൾ കാണാറില്ല. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അവിടെ തന്നെ ആയിരിക്കും. പിന്നെ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ മേ ബി ഒരു സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെൽബൺ ഒരുപാട് എഹെഡാണ്. കാരണം അവിടുത്തെ റോഡ്സും അവിടുത്തെ സിസ്റ്റവും ട്രാഫിക് സിസ്റ്റവും ഒക്കെ കുറേ കൂടെ ബെറ്ററാണ്. ബ്രിസ്ബെയിനിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവിടുത്തെ റോഡ്സും പാർക്കിങ്ങും ഒക്കെ കുറച്ചും കൂടെ നാരോവർ ആണെന്നും ഇവിടുത്തെ ഈവൻ റോഡിൻ്റെ സൈനേജ് വരെ അത്രയും ഒരു എഫക്റ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ടേൺസിൽ നമ്മൾ എക്സിറ്റ് എടുക്കേണ്ട അവസ്ഥകൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. സോ കുറച്ചും കൂടെ ബെറ്റർ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ നല്ലത് മെൽബണിലാണ്. മാത്രമല്ല നമുക്ക് മെൽബൺ സിറ്റിയിൽ പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫോറിൻ ഫീൽ വരും. കാരണം യൂറോപ്യൻ സിറ്റി പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ ജീവിക്കുന്ന ആ ഒരു ഫീൽ കൂടുതലായിട്ട് വേണം എന്നുണ്ടെങ്കിലും മെൽബൺ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ. പിന്നെ വേറൊരു കാര്യം, സാധനങ്ങളുടെ വിലയുടെ കാര്യത്തിലാണെങ്കിൽ വലിയൊരു വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു മെൽബൺ കുറച്ചും കൂടെ എന്താ പറയുക ചീപ്പറാണെന്ന്. കാരണം എനിക്ക് തോന്നുന്നു എല്ലാ സാധനങ്ങളും മെൽബണിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗ്രോസറി അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള പല സാധനങ്ങളും കേരളത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ സിഡ്നിയിലോ അല്ലെങ്കിൽ മെൽബണിലോ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഡഡ് കോസ്റ്റ് ഇവിടുത്തെ സാധനങ്ങളുടെ വിലയിലുണ്ട്. പിന്നെ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ബ്രിസ്ബെയിനിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള സാധനങ്ങൾ, അതായത് ചക്ക, മാങ്ങ അങ്ങനെയുള്ള സാധനങ്ങൾ, കപ്പ, തേങ്ങ, ചേന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കിട്ടും. മാത്രമല്ല വെതർ ഇപ്പം ലൈക്ക് മെൽബണെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ചൂടുള്ള ക്ലൈമറ്റ്, ഹ്യൂമിഡ് ക്ലൈമറ്റാണ്. പക്ഷേ പേഴ്സണലി നമുക്ക് കുറച്ച് കാലമൊക്കെ നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് ജീവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല. എനിക്ക് കുറച്ചും കൂടെ തണുപ്പുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളാണ്. സോ എൻ്റെ ഒരു ഇതിന് ശരിക്കും പറഞ്ഞാൽ മെൽബൺ ആണ് കുറച്ചും കൂടെ എനിക്കിഷ്ടം. പക്ഷേ അത് പേഴ്സണൽ ഇഷ്ടമാണ് കേട്ടോ അത്. പക്ഷേ ചിലർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ലൈമറ്റ് വേണം, ചൂടുള്ള ക്ലൈമറ്റ് വേണം എന്നുള്ള ആളുകൾക്ക് ബ്രിസ്ബെയിൻ കൊള്ളായിരിക്കാം. പക്ഷേ സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ വിലയുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മെൽബൺ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിലും കുഴപ്പമില്ല, മെൽബൺ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ ഇപ്പം ഹെൽത്ത് കെയർ മേഖലയിലൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം മെൽബണിലും ബ്രിസ്ബെയിനിലും ഏകദേശം ഒരേ കൈൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. കാരണം രണ്ട് സ്ഥലത്തും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള സെക്ടേഴ്സ് വരുമ്പോൾ മെൽബൺ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. സോ അതാണ് എൻ്റെ ഒരു ഞാൻ കണ്ട കാര്യങ്ങൾ കേട്ടോ. പിന്നെ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ, വീട് വാങ്ങാനുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം പണ്ട് ശരിക്കും ബ്രിസ്ബെയിൻ ശരിക്കും ചീപ്പായിരുന്നു. പക്ഷേ ഇപ്പം കമ്പാരിറ്റീവ്ലി രണ്ടും ഓൾമോസ്റ്റ് സെയിം പ്രൈസ്ഡായി. അപ്പം പലർക്കും പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രിസ്ബെയിനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറഞ്ഞ വിലയ്ക്ക് വീട് വാങ്ങാമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ശരിക്കും മെൽബണും ബ്രിസ്ബെയിനും ഓൾമോസ്റ്റ് ഈക്വൽ കൈൻഡ് ഓഫ് പ്രൈസിങ് ആണ്.
മാത്രമല്ല അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം കൊണ്ട് നമ്മൾ ബ്രിസ്ബെയിനിലേക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. മാത്രമല്ല നമ്മൾ ഇവിടെ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ ഒരു മെൽബണിനെക്കാളും ഒരു 10 കൊല്ലം പുറകിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, കാരണം അവിടുത്തെ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ അത് കുറേയും കൂടെ ബെറ്ററാണ്. പിന്നെ ആളുകളുടെ കാര്യം പറയുകയാണെങ്കിൽ മെൽബൺ വളരെ ഒരു മൾട്ടി കൾച്ചറൽ സിറ്റിയാണ്. അതായത് ഒരുപാട് രാജ്യങ്ങളിലെ ആളുകൾ എല്ലാവരും കൂടെ ചേരുന്ന ഒരു മെൽറ്റിംഗ് പോട്ടാണ്. പക്ഷേ ബ്രിസ്ബെയിൻ ഇപ്പോഴും മൾട്ടി കൾച്ചറൽ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതായത് ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡിലും ആ ഒരു വ്യത്യാസം കാണാം. ഈ മെൽബണിലെ ആളുകൾ കുറച്ചും കൂടെ ഒരു ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബ്രിസ്ബെയിനെ കമ്പയർ ചെയ്യുമ്പം. ഇവിടുത്തെ ലൈക്ക് വെള്ളക്കാർ നമ്മൾ മെൽബണിലുള്ള സമയത്ത് ഉള്ള പോലെയല്ല. ഇവിടെ കുറച്ചും കൂടെ അവർ നമ്മളെ ഒന്ന് അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ മെൽബൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു, കുറച്ചും കൂടെ ആക്സെപ്റ്റിംഗ് ആയിരുന്നു നമ്മൾ ഓവർസീസ് ആളുകളെയൊക്കെ. സോ അങ്ങനെ നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നു മെൽബൺ കുറച്ചും കൂടെ ബെറ്ററാണ്. പിന്നെ ട്രാവലിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ബ്രിസ്ബെയിൻ നിന്നാണെങ്കിൽ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. പക്ഷേ ഈവൻ മെൽബണിൽ നിന്നാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രിസ്ബെയിനിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ്സ് കമ്പാരിറ്റീവ്ലി മെൽബണിലേക്ക് വരുന്നതിനേക്കാളും കുറച്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നാട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട ആളുകൾക്ക് കുറച്ചുകൂടെ ചീപ്പർ ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ മെൽബൺ ആയിരിക്കും. മെൽബണിൽ നിന്ന് ഫ്ലൈറ്റ്സ് ഫ്രീക്വൻ്റ്ലി ഉണ്ട്, കൂടുതൽ ഫ്ലൈറ്റ്സ് ഉണ്ട്, മാത്രമല്ല ചീപ്പറുമാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ്. സോ അങ്ങനെയൊരു കാര്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ബ്രിസ്ബെയിനേക്കാളും മെൽബൺ നല്ലതാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം. ഈ 2 സ്ഥലങ്ങളിലും ജീവിച്ചിട്ടുണ്ട്. ഇപ്പം ബ്രിസ്ബെയിനിൽ ജീവിക്കുന്നു. പക്ഷേ ഞാൻ മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത കുറച്ച് പെർട്ടിക്കുലർ കാരണങ്ങളുണ്ട്. അല്ലാതെ ഇപ്പം ബ്രിസ്ബെയിൻ എന്ന സിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടുകൊണ്ട് മൂവ് ചെയ്തില്ല. ചില പെർട്ടിക്കുലർ കാരണങ്ങൾ കൊണ്ട് ഞാനിങ്ങോട്ട് മൂവ് ചെയ്തതാണ്. പക്ഷേ ലൈക്ക് ബേസിക്കലി എനിക്ക് സിറ്റി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ജീവിതം കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് മെൽബണാണ്. കാരണം അവിടെ കുറച്ചും കൂടെ ഈസിയർ ആയിരുന്നു, ആളുകൾ ഫ്രണ്ട്ലിയർ ആയിരുന്നു, ഇൻഫ്രാസ്ട്രക്ചറും റോഡ്സും ഒക്കെ അടിപൊളിയായിരുന്നു. ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ബെറ്റർ അല്ല. പിന്നെ വേറൊരു കാര്യം, സാധനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യൻ സാധനങ്ങളുടെ കാര്യം മെൽബണിൽ അല്ലെങ്കിൽ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മെൽബൺ കുറേയും കൂടെ വെറൈറ്റി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി വെറൈറ്റി ഫുഡും എല്ലാം നമ്മൾ മെൽബൺ സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും എല്ലാ ടൈപ്പ് ക്യൂസീൻസും ട്രൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ആണ്. പക്ഷേ ബ്രിസ്ബെയിൻ അത്രയും വെറൈറ്റി ഇല്ല. എല്ലാ സാധനങ്ങളും കിട്ടും, പക്ഷേ അത്രയും വെറൈറ്റീസ് ഇല്ല. സോ അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ ബേസിക്കലി ബ്രിസ്ബെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലെ വെതറുണ്ട്, മാത്രമല്ല കേരളത്തിലെ കുറേ സാധനങ്ങൾ കിട്ടാം. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ, കേരളത്തിലെ ചിലർക്കൊക്കെ ഇങ്ങനെ ഈ ബാക്ക് യാർഡിലൊക്കെ കൃഷി ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ബ്രിസ്ബെയിൻ അടിപൊളിയായിരിക്കും. പക്ഷേ എനിക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള ആളുകളൊന്നുമല്ല. അതായത് എന്തെങ്കിലും പച്ചക്കറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ കേരളത്തിലെ സാധനങ്ങളോട് ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അടിപൊളിയായിരിക്കും ബ്രിസ്ബെയിനിലേക്ക് വരുവാണെങ്കിൽ. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് എങ്ങനെ ഇതിനു വേണ്ടി തന്നെ മൂവ് ചെയ്യണോ എന്നുള്ളത് എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കുറച്ചുകൂടെ പ്രൊഫഷണൽസ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും ബെറ്റർ പേയ്മെൻറ്റും കുറച്ചും കൂടെ നമുക്ക് എക്സ്പോഷർ കിട്ടുന്നതൊക്കെ ബ്രിസ്ബെയിനിലായിരിക്കും. പിന്നെ പഠിക്കാനുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ മെൽബണിലെ യൂണിവേഴ്സിറ്റീസ് ആർ ബെറ്റർ ദാൻ ലൈക്ക് ബ്രിസ്ബെയിനിലെ യൂണിവേഴ്സിറ്റീസ്. അതായത് മെൽബണിൽ കുറേ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, RMIT അല്ലെങ്കിൽ യൂണി മെൽബൺ, മൊണാഷ്, പിന്നെ വാട്ട് ടു സേ സ്വിൻബേൺ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിസ്ബെയിൻ എന്ന് പറഞ്ഞാൽ ക്വീൻസൺ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, UQ, പിന്നെ അങ്ങനെ കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷേ മെൽബൺ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ ഹൈലി റാങ്ക്ഡ് ആണ്. സോ അതും ഒരു കാര്യമുണ്ട്. മറ്റേ കുട്ടികളുടെ വിദ്യാഭ്യാസം ലൈക്ക് ഹൈ റാങ്ക്ഡ് യൂണിവേഴ്സിറ്റികളൊക്കെ പോകണമെങ്കിൽ ക്വീൻസൺ യൂണിവേഴ്സിറ്റി ആർ ഓൾസോ റിയലി ഗുഡ്. പക്ഷേ എങ്കിലും കമ്പയർ ടു ദിസ് മെൽബണിലുള്ള അല്ലെങ്കിൽ വിക്ടോറിയയിലുള്ള യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ ബെറ്റർ റാങ്ക്ഡ് ആണ്. സോ ഇപ്പം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യുന്ന ആളുകൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഒരു വലിയൊരു കൺസേൺ ആണെങ്കിൽ മെൽബൺ ആയിരിക്കും ഒരു കുറച്ചുകൂടെ ബെറ്റർ. കാരണം ആക്ച്വലി മെൽബൺ ഈസ് കൺസിഡർഡ് ടു ബി ദ എഡ്യൂക്കേഷൻ സിറ്റി ഓഫ് ഓസ്ട്രേലിയ. സോ അങ്ങനെ നോക്കുമ്പോഴും മെൽബൺ ഒരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ബ്രിസ്ബെയിനിൽ ജീവിതകാലം മൊത്തം നിൽക്കണമെന്നൊന്നുമില്ല. ലൈക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്കൊരു ഫാമിലി ഓൺ മൂവ് എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ വൈഫും, ഞങ്ങളങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് ലൈഫ് മൊത്തം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല. സോ ഇനിയിപ്പം ചിലപ്പോൾ മൂവ് ചെയ്യായിരിക്കും. അത് എനിക്ക് ബ്രിസ്ബെയിൻ കമ്പയർഡ് ടു മെൽബൺ അത്ര ഇഷ്ടപ്പെട്ടില്ല. മാത്രമല്ല പല റീസൺസുമാണ്. അപ്പം നമുക്ക് കരിയർ ആവാം, അല്ലെങ്കിൽ നമുക്ക് ബോർഡും ആവാം, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവാം. സോ ഡെഫിനറ്റ്ലി അതാണ് എൻ്റെ അഭിപ്രായം. ഡെഫിനറ്റ്ലി നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളോട് കൺസിഡർ ചെയ്യുക. ഡെഫിനറ്റ്ലി മെൽബൺ ഈസ് എ ബെറ്റർ ഓപ്ഷൻ കമ്പയർഡ് ടു ലൈക്ക് ബ്രിസ്ബെയിൻ. ക്ലൈമറ്റും ആ കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം കൊണ്ടും ഒരു
ഡെവലപ്മെൻറ്റ് കൊണ്ടാണെങ്കിലും എല്ലാം കൊണ്ടും മെൽബൺ ആണ് ബെറ്റർ സിറ്റി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നുണ്ടാവും. താങ്ക് യു. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാം, നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ. ബൈ.